ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമ്മളിന്നൊരു ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്ക ചാറ് കറിയാണ് ഉണ്ടാക്കുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടാക്കുന്ന ഒരു കറിയായിരുന്നത്. പഴയ ഓർമ്മകളൊക്കെ നമുക്കിത് കഴിക്കുമ്പോൾ ഓർമ്മ വരും. പ്രത്യേകിച്ച് അമ്മമാരെല്ലാം മിക്കവാറും എല്ലാ ദിവസവും ഈ കറികൾ വെക്കുമായിരുന്നു. നമുക്ക് ഈ ചക്കക്കുരുവിലൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നൊന്നും നമുക്കിത് അറിയില്ലായിരുന്നു. ചക്കക്കുരുവിൻ്റെ ഈ പുറത്ത് തൊലി മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കറുത്ത തൊലിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ക്യാൻസർ പേഷ്യൻസിനൊക്കെ മരുന്ന് ഉണ്ടാക്കുമ്പം ഈ തൊലി ഉപയോഗിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ മാങ്ങയ്ക്ക് ഒരുപാട് വിറ്റാമിൻ എ, സി ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഈ ചൂടുകാലത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയൊക്കെ ഇത് കഴിക്കുമ്പോൾ ഉപകാരപ്പെടും. അതുപോലെ തന്നെ മുരിങ്ങക്കായിൽ നമ്മുടെ BP എല്ലാം കുറയ്ക്കാനുള്ള ഗുണങ്ങളുള്ളതാണ്. നമുക്കിതെങ്ങനെ വെക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം ഈ ചക്കക്കുരുവിൻ്റെ പുറത്തെ പാട മാറ്റാം. ഈ കറുത്ത സ്കിന്ന് നമ്മൾ മുഴുവൻ കളയുന്നില്ല, കുറച്ച് കളയുന്നുള്ളൂ. നമ്മുടെ ചക്കക്കുരു ചിരണ്ടി എടുത്തു. മുരിങ്ങക്ക ഇതുപോലെ പുറത്തെ തൊലി ചെത്തിക്കളഞ്ഞിട്ടെടുത്തു. മുരിങ്ങക്ക നമ്മളിൻ്റെ രണ്ടായിട്ട് മുറിക്കും. അതുപോലെ തന്നെ മാങ്ങയുടെയും തൊലി ചെത്തിയെടുത്തു. ഈ ചക്കക്കുരുവിൻ്റെ കറുത്ത തൊലി മുഴുവനും കഴിക്കാൻ പറ്റും, പക്ഷേ ചെറിയൊരു ചവർപ്പുള്ളത് കൊണ്ടാണ് കുറച്ച് ചിരണ്ടി കളഞ്ഞത്. ഇനി നമുക്ക് ചക്കക്കുരുവിനെ രണ്ടായിട്ട് മുറിക്കാം. നമ്മുടെ ചക്കക്കുരുവിനെ രണ്ടായിട്ട് മുറിച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ കൂടെ നമുക്കൊരു 6 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് കുക്കറിലിട്ട് 4 വിസിലടുപ്പിച്ച് എടുക്കാം. വെളുത്തുള്ളി അല്ലിയും ചക്കക്കുരുവും മഞ്ഞൾപ്പൊടിയും ഉപ്പ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. മുരിങ്ങക്ക ഇതുപോലെ നടുവേ കീറുക. നമുക്ക് മുരിങ്ങക്കയും മാങ്ങയും കൂടി വേറൊരു പാത്രത്തിൽ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാം. നമ്മുടെ മാങ്ങയും മുരിങ്ങക്കയും വെന്തതിലോട്ട് ചക്കക്കുരു വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനുള്ള തേങ്ങ അരച്ചെടുക്കാം. ഒരു അരമുറി തേങ്ങ, 4 വെളുത്തുള്ളി അല്ലി, കുറച്ച് ജീരകം, കുറച്ച് കൊച്ചുള്ളി, ഒരു 10 കാന്താരി ഉണക്കിയത്. ഓരോ കറികൾക്കും ഓരോ കോമ്പിനേഷനുണ്ട്. നമ്മൾ ചക്കക്കുരുവിലും ചക്കപ്പുഴുക്കിലൊക്കെ കാന്താരി മുളകാണ് എടുക്കുക. ഇത് നമുക്ക് അരച്ചുകൊണ്ട് വരാം. നമ്മുടെ അരപ്പൊക്കെ റെഡിയായി. നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന്